Hi, hello. I am going to share with you the rose plants. This is cabbage farm. Here is cabbage. അപ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരാളെ കണ്ടു ട്ടോ അങ്ങനെ കണ്ടിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ വണ്ടി നിർത്തുന്നത് അതെ ഇതാണ് ഇവിടെ ഞങ്ങൾ ഇതിനു മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ വീട്ടുകാർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാട്ടിലെ മയിലാണ് കാട്ടിലെ അല്ല കാരണം നമ്മൾ കാട് വഴിയിട്ടൊക്കെ യാത്ര ചെയ്തത് അപ്പോൾ ഒരുപാട് മയിലിനെയൊക്കെ കണ്ടു അപ്പോൾ നമ്മൾ ഇത് ഫോറസ്റ്റ് ഏരിയ എന്ന് കരുതിയിരുന്നു അപ്പോൾ അവിടെ ഒരു വീട്ടിൽ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഫോറസ്റ്റ് ഏരിയ എന്നല്ല ഇവിടെ നാട്ടിലെ 2 മയിലുണ്ട് എന്ന് പറഞ്ഞു ഇതിന്റെ സ്റ്റോറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അവിടത്തെ ഒരു അമ്മയ്ക്ക് 2 മുട്ട കിട്ടി മയിലിന്റെ മുട്ട കിട്ടിയിട്ട് അത് കോഴിക്ക് അട വെച്ചിട്ട് മയിൽ കുഞ്ഞു പുറത്തു വന്നു 4 പിള്ളേരുണ്ടായിരുന്നു അതിൽ 2 എണ്ണം പറന്നു പോയി അന്നേരം തന്നെ കാട്ടിലോട്ട് എങ്ങാണ്ടോ പോയി എന്ന് പറയുന്നു ബാക്കി 2 പേരാണ് 2 പെൺമയിലാണ് ട്ടോ അപ്പോൾ അത് ഇവിടുത്തെ നാട്ടുകാരുമായിട്ട് ഇണങ്ങി നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് അതിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ചോളം പിന്നെ അവിടുത്തെ എന്തൊക്കെയോ നട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനെ തീറ്റയായിട്ട് കൊടുക്കുന്നത് അപ്പോൾ മനുഷ്യനുമായിട്ട് അധികം പേടിയൊന്നുമില്ല നമ്മൾ അടുത്ത് പോയി വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ പറന്നു പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അതിലൂടെ അതിൻ്റെ എന്തോ ഒരു ലോകത്തൂടെ നടന്നു പോകുന്നത് പോലെയൊക്കെയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാവലിങ്ങിലൊക്കെ കാണാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ ഞാനിത് ജസ്റ്റ് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ട് എനിക്ക് കാണാൻ വേണ്ടി വെച്ചിരുന്നു എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ കൂട്ടുകാർക്കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഒരുപാട് പേര് കാണുന്നതല്ലേ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഒരുപാട് ഫാം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ മാത്രമല്ല ഇവിടെ കൃഷി സംബന്ധമായിട്ട് ഒരുപാട് ഇതുണ്ട് തക്കാളിയുടേതുണ്ട് അതുപോലെ തന്നെ ഉള്ളിപ്പാടം കണ്ടിട്ടുണ്ട് അത് പക്ഷേ വളരെ കുറവാണ് കൂടുതലായിട്ടും തക്കാളി പിന്നെ ഈ ക്യാബേജിൻ്റെത് ഒക്കെ തന്നെയാണ് കണ്ടിട്ട് പിന്നെ ഉള്ളത് നമ്മുടെ ജമന്തി ചെടിയില്ലേ ബന്ദിച്ചെടി നമ്മുടെ ക്രിസാന്തിമത്തിൻ്റെ തന്നെ നല്ലൊരു പാടം ഇവിടെ ഉണ്ട് കേട്ടോ ക്രിസാന്തിമം പിന്നെ നമ്മുടെ റോസിൻ്റെത് അതൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ആൾക്കാർ കൃഷി ചെയ്യുന്നത് കേട്ടോ ഇഷ്ടം പോലെ നമ്മളെ ഒരു ഈവനിങ് ടൈമൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിറച്ച് ഈ വഴിയിലൊക്കെ ജമന്തിയുടെ സ്മെല്ലാണ് ഒരുപാട് ഇങ്ങനെ ജമന്തി ചെടികൾ കൊണ്ടുപോകുന്നതായിട്ടും പിന്നെ അവിടെ ആൾക്കാർ നിന്ന് ഇതെടുക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഞാൻ ഉടനെ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാബേജ് അതിൻ്റെ ഫാമിൽ ഇറങ്ങിയിട്ട് അടുത്ത് നിന്ന് എടുത്തതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ നോക്കി കായ എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കി കുറേ ഒരു 2 വരിയൊക്കെ നോക്കിയപ്പോഴത്തേക്കും അതിൽ കായൊന്നും പിടിച്ചിട്ടില്ല അതിനെയും ടൈം എടുക്കുമെന്ന് തോന്നുന്നു നെക്സ്റ്റ് മന്തൊക്കെ ആകുമ്പോഴായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്